ഈ കൂട്ടത്തിൽ പ്രായമുള്ളവർക്ക് CM മൂപ്പരെ കണ്ടോലുണ്ടാവുമല്ലോ. ഈ കൂട്ടത്തിൽ എന്തായിരുന്നു മൂപ്പര ഹാലത്ത്? മൂപ്പര എങ്ങനെ അവിടെ കിടന്നിരുന്നത്? കോഴിക്കോട് നഗരമധ്യത്തിൽ കാണാ കാഴ്ചകൾ അലതല്ലിയപ്പോഴും ആ മഹാമനീഷി ആ ഒരൊറ്റ റൂമിൻ്റെ ഉള്ളിൽ കിടന്നുപോയി. ഇതല്ലേ മൂപ്പര് ചെയ്തത്? ഈ കൂട്ടത്തിൽ പ്രായമുള്ളവർ മൂപ്പരെ കണ്ടോലില്ലേ? കൂട്ടത്തിൽ ഇല്ലേ? CM വലിയുള്ളാനെ കണ്ടോര് ഈ കൂട്ടത്തിൽ ഇല്ലേ? അതായിരുന്നു മൂപ്പര അവസ്ഥ. ആ കിടത്താണ്ട് കിടന്നിട്ട് 977 മൂപ്പരൊരു മുരീദിനെ മൂപ്പര് ഹജ്ജിന് പറഞ്ഞയച്ചു. മക്കത്ത് ഹജ്ജിന് പറഞ്ഞയച്ച് മൂപ്പര് ആ മുരീദ് മക്കത്തെത്തി. മക്കത്തെ പള്ളിയിൽ നിന്ന് സുബൈക്ക് മുമ്പ് 1-ാം ബാങ്ക് കൊടുത്തപ്പോ മൂപ്പര് ഉറക്കത്തു നിന്ന് നീണിച്ച് ഒന്നുമൊക്കെ ഉണ്ടാക്കി ഹറമിലേക്ക് കടന്നു. ആ അനുഭവിച്ച വ്യക്തി നേരിട്ട് എന്നോട് പറഞ്ഞത് മക്കത്തുനിന്നാണ്. 1995 ഞങ്ങൾ രണ്ടാളും കൂടി കഅബത്തിന്റെ അടുത്തിരിക്കുമ്പോൾ ആ സംഭവം പറഞ്ഞത്. അങ്ങനെ മൂപ്പര് അർദ്ധരാത്രി ഹറമിക്ക് കടന്നപ്പോ, ഹറമില് കടന്നാൽ അവിടുത്തെ തഹിയ്യത്ത് തവാഫ് ചെയ്യല. നമ്മളൊക്കെ പള്ളിയിൽ കടന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഹറമില് അവിടുത്തെ തഹിയ്യത്ത് തവാഫാണ്. ഞാൻ തവാഫ് ചെയ്യാൻ വേണ്ടി, തവാഫ് തുടങ്ങാൻ വേണ്ടി ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ മടവൂര് മൂപ്പരുണ്ട് എന്നെ കാത്ത് അവിടെ ഇങ്ങനെ നിൽക്കണം തവാഫ് ചെയ്യാൻ വേണ്ടി. ഞാനും ഉസ്താദും കൂടി തവാഫ് ചെയ്തു. തവാഫ് കഴിഞ്ഞ് ഇബ്രാഹിം മഖാമിൽ നിസ്കരിച്ചു. ദുആ കഴിഞ്ഞ് ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാനിനി പോവുകയാണ്. ഉസ്താദ് എഴുന്നേറ്റ് പോയി. എന്നോട് സുബൈ ജമാഅത്ത് കൂടിയിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സുബൈ ജമാഅത്തും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ ബൂത്തിൽ വന്നിട്ട് കോഴിക്കോട് കിടക്കുന്ന മൂപ്പന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ട്. എവിടെ? കോഴിക്കോട് മൂപ്പന്റെ വീട്ടില്. രാത്രി ഹറമിലും ഉണ്ട്. അത് എവിടുന്ന് എത്തിയതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നാവ് കൊണ്ട് ചൊല്ലി കൽബാക്കി, കൽബ് കൊണ്ട് ചൊല്ലി അത് ബസറാക്കി മാറ്റിയാൽ അബ്ദ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു എന്ന് പറഞ്ഞ മുത്തു റസൂലുള്ളാഹിന്റെ ഒളിവില്, ആ നൂറില് ഒരു ഇടം പ്രകാശിക്കാൻ, നമ്മളെ കൽബും പ്രകാശിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രകാശിച്ചോല ഈ മഹാന്മാരൊക്കെ. നമ്മളെ കൽബ് പ്രകാശിക്കാൻ പണിയാണ്. നമ്മളെ കൽബിൽ അള്ളാഹു റസൂലൊന്നും ഇല്ലല്ലോ. ഇപ്പോ നമ്മളെ കൽബിൽ ഇപ്പോൾ ഉള്ളത് ആരാ? ആരാപ്പോൾ ഉള്ളത്? മെസ്സിയോ, റൊണാൾഡോ, മറോഡോണെ, ഇതൊക്കെയാണ്. കുറെ ജൂതന്മാരെ പേരാണ് നമ്മളെ കൽബിലുള്ളത്. മുസ്ലിം ആണെങ്കിലും തിരക്കടില്ല, ഇവരെ പേരാണ് നമ്മളൊക്കെ കാണാപ്പാട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സമൂഹമേ നമ്മളെ പേരാണ് മുസ്ലിം. പഠിക്കണം. ചോദ്യം വരാണ്ട് മയ്യത്ത് കട്ടിൽ വെച്ചാൽ കബറിന്റെ അടുത്ത് കെട്ടണിന്റെ ഉള്ളില് 40 ചോദ്യം ഇരിക്കണം. നമുക്ക് വരാൻ കിടക്കുന്നുണ്ട്. അള്ളാഹ് കൃപ ചെയ്യട്ടെ, അള്ളാഹ് കാരുണ്യം ചെയ്യട്ടെ. രക്ഷപ്പെടൂല. പണിയെടുത്തെങ്കിലേ രക്ഷപ്പെടുള്ളൂ. നല്ല അധ്വാനിച്ചെങ്കിലേ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾ വയറിൽ കേട്ടാണ്ട് പോയാലൊന്നും പോരാ. നല്ല പണിയെടുക്കണം. അതുകൊണ്ട് കഴുകി കുളിച്ച് വൃത്തിയാക്കി തൗബ ചെയ്ത് റസൂലുള്ളാന്റെ ഒളിവില് ഒന്ന് മുങ്ങാൻ ശ്രമിക്കുക. ഈ കാണുന്നതൊക്കെ റസൂലുള്ളാന്റെ നൂറാണ്. റസൂലുള്ളാന്റെ നൂറിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അടയാളങ്ങളാണ് ഇവിടെ നടക്കുന്നതൊക്കെ. ആ നൂറായി മാറണം നമ്മള്. അതുകൊണ്ട് ആ സ്വഹാബത്തൊക്കെ അത്രമാത്രം പ്രിയം വെച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിട്ടിട്ടുള്ള ഒരു സമയം സിദ്ദീഖ് തങ്ങൾക്കില്ല. സ്വന്തം റൂമിലെ അലിയാരെ കിടത്തി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പുറപ്പെട്ടപ്പോൾ ആ നിഗൂഢമായ രാത്രിയിൽ ഒറ്റക്ക് തങ്ങളെ കൊണ്ടുപോകാൻ സന്നദ്ധത കാണിച്ച നേതാവാണ് അബൂബക്കർ സിദ്ദീഖ്. വാഹനങ്ങളൊക്കെ തയ്യാർ ചെയ്ത് വെച്ച് കൊണ്ടുപോകുമ്പോ സുബഹിയോടടുക്കണ സമയമായപ്പോ ഞങ്ങൾ പറഞ്ഞു നേരം വെളുക്കാണ്, നമ്മൾ ഈ സൗറുമലന്റെ മുകളിലൊന്ന് കയറുക. മല കയറുകയാണ്. സിദ്ദീഖ് എന്ന റസൂലുള്ളാഹിന്റെ കാലിൽ നോക്കിയപ്പോ കാലിൽ ചോരങ്ങനെ നിലത്തിങ്ങനെ ചവിട്ടി നടന്നിട്ട് ചോര കല്ലിച്ച അടയാളം.
സിദ്ദീഖ് തങ്ങൾക്ക് സഹിച്ചില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു എന്ന് പറഞ്ഞ ആ മഹാമനീഷിയുടെ കാലില് രക്തം കണ്ടപ്പോ ഈമാൻ പതച്ചുപോയി. സിദ്ദീഖ് തങ്ങളും നേരം പൊക്കോളം ഇറങ്ങിയിട്ടില്ല. മൂപ്പരും നടക്ക് തന്നെയാണ്. മൂപ്പർക്കൊണ്ട് ക്ഷീണം. ഉടനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഒരു സമ്മതം തരണം, ഞാനൊന്ന് എടുക്കട്ടെ. അവിടത്തെ എടുത്ത് തോളിലിടുകയാണ്. റസൂലുള്ളാഹിക്ക് 53 വയസ്സാണെങ്കിൽ സിദ്ദീഖ് തങ്ങൾക്ക് 51 വയസ്സാണ്. വലിയ വ്യത്യാസം രണ്ടാളും കൂടി ഇല്ല. എടുത്ത് തോളിലിടുകയാണ്. എങ്ങനെ സ്നേഹിച്ചത്, അങ്ങനെയാണ് അബുദിനെ പ്രിയം വെക്കേണ്ടത്. അങ്ങനെ ഗുഹയിലെത്തി. ഗുഹന്റെ ഉള്ളിൽ ഇരുന്നപ്പോ മാടപ്രാവ്, നമ്മളെ വീട്ടിലാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ അഭയം തേടി വന്നിട്ടുണ്ടത്. പ്രാവിന് മനസ്സിലായി ഈ വന്നത് അള്ളാന്റെ റസൂലാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ അഭയം തേടി വന്നാൽ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്ക് തങ്ങളെ സംരക്ഷിക്കണം. 2 മാടപ്രാവ് തീരുമാനിച്ചു. 8 കാലിന്റെ വല നീക്കി സിദ്ദീഖ് തങ്ങൾ തുടച്ച് വൃത്തിയാക്കി. കയ്യിലുള്ള ശീലകളൊക്കെ കീറി എല്ലാ ദ്വാരങ്ങളും അടച്ചു. ഒരു ദ്വാരം ബാക്കിയായപ്പോ എന്നെ കടിച്ചാൽ, എന്നെ കൊത്തിയാലും റസൂലുള്ളാഹിനെ ഇഴജന്തുക്കൾ കൊത്താൻ പാടില്ല. തൻ്റെ വിരലവിടെ വെച്ചു കൊടുത്തു. നൂഹ് നബിന്റെ വെള്ളപ്പൊക്കത്തിൽ കപ്പലിൽ കയറിയ പാമ്പ് നൂഹ് നബിന്റെ വയല് കേട്ടിരുന്നു. അവസാനം വരുന്ന നബി ഈ മക്ക നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ ഒളിച്ചിരിക്കുന്ന ഗുഹയാണ് സൗർ ഗുഹ. ഈ വയല് കേട്ട പാമ്പ് നൂഹ് നബിന്റെ വെള്ളപ്പൊക്ക കാലത്തുണ്ടായ പാമ്പ് വെള്ളം വറ്റിയപ്പോ സൗറുമലയിൽ വന്നിരുന്നു. അവസാനം വരുന്ന നബി ഇവിടെയാണ് ഒളിച്ചിരിക്കുക കാണാൻ വേണ്ടി. ഒരു പാമ്പ് 4000-5000 കൊല്ലം ജീവിക്കും. പാമ്പിന് അത്ര ആയുസ്സുള്ള ജീവിയാണ്. നമ്മളെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ലെങ്കിൽ, നമ്മളെ ദൃഷ്ടിപ്പെട്ട നമ്മൾ എറിഞ്ഞു കൊല്ലുമല്ലോ. അങ്ങനെയാണ് പാമ്പ്. പാമ്പ് കാത്തിരുന്നു. സിദ്ദീഖ് എന്നവരെ കാല് വെച്ചാ പാമ്പ് കൊത്താതിരിക്കുവോ? എത്ര വർഷങ്ങളായി ഇവിടെ കാത്തിരിക്കുന്ന റസൂലുള്ളാഹിന്റെ വരവും. അങ്ങനെയാണ് പാമ്പ് സ്നേഹിച്ചത്. 8 കാലിങ്ങനെ, പടച്ചോനെ നമ്മളെ വല അവിടെ പോയി, റഹ്മത്തുൽ ലിൽ ആലമീനെ, പടച്ചോനെ ആ റഹ്മത്തുൽ ലിൽ ആലമീൻ എൻ്റെ വീട്ടിൽ അഭയം തേടി വന്നത് കൊണ്ട് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അങ്ങനെ 8 കാലിൻ്റെ ഇതത് 8 കാലി നേരം പുലർന്നപ്പോഴേക്ക് ആദ്യത്തേതിനേക്കാൾ ഉഷാറായിട്ട് വല നെയ്തു. വല അങ്ങോട്ട് നെയ്തിട്ട് പുറത്തുനിന്നാണ്ട് നോക്കിയാൽ 8 കാലി വലയെ കാണുള്ളൂ, ഉള്ളിക്കുള്ളവരെ കാണൂല. ഉള്ളിന്ന് പുറത്തേക്ക് നോക്കിയാലോ പുറത്തുള്ളവരെ കാണും ചെയ്യും. കാരണം 8 കാലി വലൻ്റെ ഉള്ളിൽ കൂടെയല്ലേ നോക്കണത്, അത് കാണും ചെയ്യും. വലാണ്ട് കെട്ടി. മാടപ്രാവ് ശത്രുക്കൾ വന്നപ്പോ റസൂലുള്ളാഹിനെ തെരഞ്ഞു വന്നപ്പോ ഈ ഗുഹയുടെ ഉള്ളിലെത്തിയപ്പോ മാടപ്രാവ് രണ്ടും കൂടി എന്ത് ചെയ്തു, ആ ഗുഹയിൽ കണ്ട് കടന്നു. അവിടെ ഇങ്ങനെ പാറി കളിക്കാൻ തുടങ്ങി. അപ്പൊ വന്ന ശത്രുക്കൾ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഈ പ്രാവ് ഇവിടെ ഇരിക്കൂല. അപ്പോൾ ഉള്ളിലേക്ക് തെരഞ്ഞു നോക്കിയില്ല. പിന്നെ 8 കാലിയാണ് ഈ വല കെട്ടിയും ചെയ്തിരിക്കുന്നത്. മഹാന്മാര് പറഞ്ഞു, എന്ത് ഇതിനെക്കുറിച്ച് പാടി, വഖഫത്ഹു ബിനസ്ജിഹാ അൻകബൂതു മഖഫത്ഹുൽ ഹമാമത്തുൽ ഹസ്ദാഹു. ഉസ്താദിനോട് ഒരാള് ഇന്നെ ശത്രുക്കൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവനോട് പറഞ്ഞു, ഇത് 1000 വട്ടം ചൊല്ലിക്കാണാൻ, എന്നെ ആരും തിരഞ്ഞാൽ കാണൂല എന്ന് പറഞ്ഞു. ഓ മമ്പുറത്ത് പോയി 1000 പ്രാവശ്യം ചൊല്ലി. ഏത് വരി? വഖഫത്ഹു ബിനസ്ജിഹാ അൻകബൂതു മഖഫത്ഹുൽ ഹമാമത്തുൽ ഹസ്ദാഉ. അടയിരിക്കുന്ന മാടപ്രാവുകള്
റസൂലുള്ളാനത്തെ ശത്രുക്കളെ കണ്ണിനെ തൊട്ട് മറയിട്ട നേരത്ത് എട്ടുകാലി വലകെട്ടൽ കൊണ്ട് റസൂലുള്ളാനെ ശത്രുക്കളുടെ കണ്ണുകളെ തൊട്ട് തടഞ്ഞു നിർത്തിയ നേരം എന്ന അർത്ഥം വരുന്ന ബെയ്ത്ത് ശത്രു തിരഞ്ഞെടുക്കുന്ന ആളോട് ചെല്ലാൻ പറഞ്ഞു. അയാൾ അത് 1000 പ്രാവശ്യം അമ്പുറത്ത് പോയി ചെല്ലാനാ പറഞ്ഞത്. കുത്തുബ് സമാന്റെ അടുത്ത് 1000 പ്രാവശ്യം ചെല്ലി. ആ തെരഞ്ഞെടുക്കുന്ന ശത്രുക്കൾക്ക് അദ്ദേഹത്തിന് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സഹോദരൻ മരണപ്പെട്ടു. അത്ര പവറുള്ള ബെയ്ത്താ ആ ബെയ്ത്ത്. അതുകൊണ്ട് ബഹുമാനികളെ പറഞ്ഞാൽ തീരൂല. റസൂലുള്ള എന്ന പ്രപഞ്ചം ഞാനൊന്ന് തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി റബീഉൽ അവ്വൽ വരുന്നുണ്ട്. എല്ലാ വീട്ടിലും മൗലിദ് പാരായണം ചെയ്യണം. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ റസൂലുള്ള ഉണ്ടാകണം. എന്താ മൗലിദിലെ ഓരോ വരികളിലൊക്കെ അർത്ഥസാരെന്താ? ഇന്നാ ബൈതൻ അന്ത സാകിനുഹു ലൈസാ മുഹ്താ ജന്നീല സുറുജി ചൊല്ലി ചൊല്ലി റബ്ബൽ വല്ലാപുരയിൽ നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. തങ്ങൾ വല്ല വീട്ടിലുണ്ടെങ്കിൽ അവിടെ വിളക്കിന് ആവശ്യമില്ല. സത്യത്തിൽ വരി ആദ്യം ചൊല്ലിയതാരാ? മങ്കൂസ് മൗദിയിൽ മഹാന്മാരത് എടുത്തുദ്ധരിച്ചതാ. ഇത് ആദ്യം ചൊല്ലിയതാരാ? മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഷെയ്ഖായ 1000 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. അവരുടെ ഷെയ്ഖന്മാരിൽപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു, ബഗ്ദാദിലാണ് മൂപ്പര ഖബർ. എനിക്ക് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ വീട്ടിലുള്ളവർ മൂപ്പർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുത്തു. മരിക്കാൻ കിടക്കണോലെ മുഖത്ത് നോക്കി എന്ത് ചെല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. ഇത് ചൊല്ലിക്കൊടുത്തപ്പാ മൂപ്പര് ദിക്ർ പുറത്തേക്ക് ചെല്ലണീന് പകരം ഈ വരിയാ ചൊല്ലിയത്. ഏത് വരി? ഇന്നാ ബൈതൻ അന്ത സാകിനുഹു വൈറൂ മുഹിതാ ജിന്നില സുറുജി. എന്താ ഇതിന്റെ സാരെന്താ? വല്ല പുരയിൽ നബിതങ്ങളുണ്ടെങ്കിൽ അവിടെ വിളക്ക് വേണ്ട. ആ പറഞ്ഞെന്താ? കുട്ടികളെ, വല്ല ഹൃദയത്തിലും നബിതങ്ങളാകുന്ന പ്രകാശം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിക്ർ ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ ചൊല്ലുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ വിളക്ക് എത്തിച്ചു തരേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞാനത് ചൊല്ലുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ICUലും വെന്റിലേറ്ററിൽ എവിടെയാണ് മരിക്കുക എന്ന് അറിയില്ല. എവിടെ വെച്ച് മരിച്ചാലും ദിക്റാണ്ട് ചെല്ലണമെങ്കിൽ കൽബിൽ ഏത് വേണം? റസൂലുള്ളയാകുന്ന നൂറ് വേണം. എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു ഉറപ്പാ. ഒരു പിശാച്ചിനും നമ്മളെ സ്വീപ്പാക്കാൻ പറ്റൂല. ഇല്ലെങ്കിലോ എല്ലാ പിശാച്ചിന്റെ കണിയിലും നമ്മൾ പെട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാ വീട്ടിലും റബീഉൽ അവ്വൽ ഈ വരി നല്ലോണം ചെല്ലേത് വരി ഇന്നാ ബൈതൻ അത് ചെല്ല. പണ്ടൊക്കെ നടിച്ച് ചെല്ലാൻ പറഞ്ഞ നാടന്മാർക്കൊക്കെ ബൈഹാർട്ടായിരുന്നു, മനപ്പാടായിരുന്നു. ഇപ്പം ആർക്കും അറിയില്ല ഇതൊന്നും. ഇന്ന് ചെല്ലണോല് വളരെ കുറവാണ്. രോഗങ്ങൾ മാറാൻ എന്താ ചെല്ലേണ്ടത്? വമാരിളൻ അന്ത സായിറുഹു ഖദ് ആതാഹു ലഹു ബിൽ ഫറജി. മാനസിക രോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന മകളുടെ മാനസിക രോഗം കൊണ്ട് വീർപ്പുമുട്ടി എൻ്റെ ഒരു സ്നേഹിതൻ മമ്പുറത്ത് വന്ന് നിലവിളിച്ചിരിക്കുമ്പോ വന്നിട്ട് ചോദിച്ചു, എന്താ കുട്ടിയെ എവിടെ ഇരുന്ന് നിലവിളിക്കണ്? അതേ, എൻ്റെ മകൾക്ക് മാനസിക രോഗമാണ്. അതിനെന്തിനാ കുട്ടി ഞങ്ങൾ കരയുന്നത്? നിങ്ങൾ ആ കാലിൻ്റെ ഭാഗത്തിരുന്ന് വമാരിയുള്ള എന്ന് പറഞ്ഞ ബെയ്ത്ത് 1000 വട്ടം ചൊല്ലി വേർന്നാട് പോയിക്കോളെ മാറിക്കോളും. ആ സഹോദരൻ നേരിട്ട് പറഞ്ഞതാ. 1000 പ്രാവശ്യം കൊണ്ട് ചൊല്ലി വീട്ടിൽ ചെന്നപ്പോ ആ മകൾക്ക് രോഗമില്ല. ഇന്ന് വരെ ആ രോഗമില്ല. വഫാത്തായിട്ട് എത്ര കൊല്ലായി? 21 കൊല്ലായി. എന്താ? നമ്മളെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഉയർന്നു പോയി. അപ്പൊ രോഗം വർദ്ധിച്ചു, ക്യാൻസർ വർദ്ധിച്ചു, കിഡ്നി രോഗം വർദ്ധിച്ചു, ആമാശയത്തിൽ മഴ വന്നു, ട്യൂമർ വന്നു, ചൊറി വന്നു, വെറി വന്നു, വ്രണം വന്നു. ഇങ്ങനെ രോഗങ്ങളുടെ ഒരു
ശാസ്ത്രീയമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഭയങ്കര ശ്രദ്ധയുള്ള കാലുമാണ്. പക്ഷെ ആത്മീയമായ ചികിത്സകളിൽ നിന്ന് അകന്നുപോയി. ഇതാ നമുക്ക് പറ്റിയ അപകടം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ മങ്കൂസ് മൗലിദിൻ്റെ വരികളൊക്കെ ഒന്ന് നല്ലോണം ചൊല്ലിയിട്ടേ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് സ്ഥാപിക്കുക. നിങ്ങൾക്ക് മദീനത്ത് പോകാൻ പൂതിയില്ല? ഉണ്ടാ ഇല്ലേ? മദീനത്ത് പോകാൻ പൂതിയുണ്ടോ? ഉണ്ട്. എന്നാ ചൊല്ലിക്കോ, റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബല ഖബ്ലി റൂഹി വൽ ഖറജി. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൊണ്ടാകാനല്ല, നല്ല പൈസ ഇടണം. ഇതിൽ ഒരുപാട് ചിലവുണ്ടാവും നമുക്ക്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. പൈസ ഇടുന്നവർക്കൊക്കെ വലിയ കൂലി അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ നീട്ടണില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല, സലാമത്താക്കണം അല്ല. എനിക്ക് നേരം പോലത്താലും ദർശാണ് പണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ പഠിക്കുക, മുത്തു റസൂലുള്ളാഹി തങ്ങളാണ് അള്ളാഹുവിൻ്റെ അബ്ദ്. ഇതാ ഞാൻ പറഞ്ഞത്. അബ്ദ് എന്ന് പറഞ്ഞാൽ 7 മക്കാമുകളിൽ 70 മറകൾ, സ്റ്റെപ്പുകൾ കയറേണ്ട പടമാണത്. മനസ്സിലായല്ലോ? അത് ഞാൻ നിങ്ങൾക്ക് എണ്ണിത്തന്നു. അത് അള്ളാഹു തആല നേരിട്ട് കൊടുത്ത നൂറ്, ആദ്യത്തെ നൂറ് എല്ലാം ആ നൂറിൽ നിന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്കുള്ള നാവും കൽബും അകങ്കാഴ്ച അബ്സാറും അത് റസൂലുള്ളാഹിന്റെ ഒളിവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വർദ്ധിപ്പിക്കുക. അത് വർദ്ധിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക. അതിനാവശ്യമായ മദ്ഹുകൾ പറയുക, പ്രകീർത്തിക്കുക. അങ്ങനെയൊക്കെയാണ് മഹാന്മാർ ജീവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. റസൂലുള്ളാഹിനെ നല്ലോ മങ്കൂസ് മൗലിദ് കൊണ്ടും അല്ലാത്ത മൗലിദുകളെ കൊണ്ടും നമ്മൾ കണ്ടതിൽ റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ച് പ്രകീർത്തിച്ചിരുന്ന മഹാനാണ് ശൈഖുന കൊണ്ടൂർ ഉസ്താദ്. കൊണ്ടൂർ ഉസ്താദിന് എന്ത് കിട്ടിയ അവസാനം 966 ഹജ്ജിന് എന്നപ്പോൾ റൗള ഷരീഫിൽ എന്ന് റൗളയിലേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹിനെ ഉണർവിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ മഹാനാണ് ശൈഖുന കൊണ്ടൂർ ഉസ്താദ്. നിങ്ങൾക്ക് അറിയോ? ഉണർവിൽ കണ്ട മറ്റൊരു മഹാനാണ് മടവൂർ CM മൂപ്പര്. ഉണർവിൽ കണ്ട മഹാനാണ്. ഉറക്കത്തിലും ഉണർവിലൊക്കെ കാണും തങ്ങളെ. അത് കൊണ്ടൂർ ഉസ്താദിന്റെ ഒരു പാട്ടിലുണ്ട്, അതിന്റെ സൂചന ഉണ്ട്. ഉസ്താദ് ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത്ഭുതം കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ അൽ അമീനായ മുത്ത് ആവേശത്തോടെ. വലിയൊരു അത്ഭുതമാണ് നമ്മൾ കണ്ടത്. എന്താണത്? അൽ അമീനായ മുത്ത്. അത് വെറുതെ പാടിയതല്ല. ഈ സംഭവം എന്നോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്നാ പാട്ട്, ഇങ്ങനത്തെ ഒരു പാട്ട് ഉസ്താദ് പാടിയിട്ടുമുണ്ട്. ഒരു കൊല്ലം ഹജ്ജിന് പോയപ്പോ ഹാജിമാര് പറഞ്ഞു, മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയപ്പോ ഉസ്താദ് എന്തെങ്കിലും ഒരു വരി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരി പാടാൻ. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തതാ. ഏത്? അത്ഭുതം കണ്ട് ഞങ്ങള് സന്തോഷത്തോടെ അൽ അമീനായ മുത്ത് ആവേശത്തോടെ. അല്ലാഹുവേ ഞങ്ങൾക്കൊന്ന് കാണാൻ ഭാഗ്യം തരണമല്ല, മുത്തുനബിനൊന്ന് കാണാൻ ഭാഗ്യം തരണമല്ല. അതുകൊണ്ട് ഈ ഹറാമൊക്കെ കാണുന്ന കണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഹറാമായ ചിന്തയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആധുനിക ലോകത്തിൻ്റെ പ്രസരിപ്പിൽ നെറ്റും യൂട്യൂബൊക്കെ തുറന്നിട്ടേ ഈ കണ്ട ഹറാമും ഹലാക്കും കണ്ട് കേട്ടുത്തർക്കണീന് പകരം ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ നല്ലോണം ചൊല്ലി, മുത്തുനബിൻ്റെ മേലി ഇതെല്ലാം സ്വലാത്തുണ്ട്. ഒന്നുമില്ലെങ്കിൽ അത്തയ്യാത്തിൽ പറഞ്ഞ സലാം പറയും, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആളില്ലാത്തടത്ത് കിടക്കുമ്പോൾ അതാ ചെല്ല. ഞാൻ എൻ്റെ പെരേക്ക് കോളൊക്കെ ആയിട്ട് വരുമ്പോൾ 2 കയ്യിലും നിറച്ച് സാധനമായിട്ട് വരുമ്പോൾ സ്വീകരിക്കാൻ ഭാര്യനെ ആരും കണ്ടില്ലെങ്കിൽ ഈ കുരിപ്പ് എവിടെയെന്നല്ല പറയേണ്ടത്. ആളില്ലാത്ത സ്ഥലത്തേക്ക് കിടക്കുമ്പോൾ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ. രാത്രി നിങ്ങൾ വീട്ടിലേക്ക് റൂമൊക്കെ കണ്ട് കിടക്കുമ്പോൾ എന്ത് എല്ലിട്ടാണ് കിടക്കുക? അസ്സലാമു അലൈക
ഒന്ന് ചൊല്ല്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ. ഇത് അറിയണല്ലോ. ഇത് എവിടെ ഉണ്ട്? അത്തഹിയ്യാത്തിലുണ്ട്. അത്തഹിയ്യാത്ത് ഓതലില്ലേ? അത്തഹിയ്യാത്ത് ആരും ഓതലില്ലേ? അത്തഹിയ്യാത്ത് ഓതാതെ പഠിച്ചോലെ ധിക്കരിച്ചല് ഫർളാണ്. ഇത് ഓതൽ 5 വട്ടം ഓതല് ഫർള് ഒരു ദിവസം. ആ സലാം ഒന്ന് ചൊല്ലിയിട്ട് കിടക്കുക. നിങ്ങൾ ഇവിടുന്ന് ഒന്നും കണ്ടില്ലെങ്കിലും നിങ്ങളെ ജനാസ കവറ് കണ്ട് ഇറക്കുമ്പോൾ അവിടെ ഉണ്ടാവും തങ്ങൾ. അതുകൊണ്ട് പോണോടത്തും വരണോടത്തും ഒക്കെ എന്ത് ചൊല്ലി കയറിക്കോളി. ബസ്സിലും വണ്ടിയിലും വാഹനത്തിലും കക്കൂസ് മൂത്രപ്പര വൃത്തി കെട്ടുകൊടുത്ത് വേണ്ട. വേറെയുള്ള ഏത് സ്ഥലത്തേക്ക് കിടക്കുകയാണെങ്കിലും എന്ത് ചൊല്ലിയിട്ട് കിടക്കുക? എന്ത് ചൊല്ലിയിട്ട് കിടക്കുക? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ. കോടതിക്ക് ഞങ്ങൾ പോണത് ചൊല്ലിയിട്ടാണ്ട് പോയി. പവറ് കണ്ടില്ലെങ്കിട്ട് പറയും. ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിക്കാ പോണത്. ഇത് ചൊല്ലിയിട്ടാണ്ട് കിടക്ക്. എൻ്റെ മകന് കഴിഞ്ഞല്ല അയസനിയായ മകണ്ട്. ഒരു വയറിൽ വലിയൊരു കിഡ്നിൻ്റെ അടുത്ത് വലിയൊരു മുഴ പൊന്തി. മാറാത്ത പനിയും മാറാത്ത കരയും. അങ്ങനെ ഡോക്ടർമാർ കണ്ടെത്തി ആ മുഴ കട്ട് ചെയ്ത് കളയണം. EMS ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിക്ക് പോകുമ്പോൾ ഞാൻ ഇതേമാതിരി വേറൊരു സ്ഥലത്ത് വയറും അറിയാണ്. അപ്പോൾ വിളിച്ചുപ്പ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞു ഇത് ഒന്നും ഭയപ്പെടണ്ട, ഈ ചൊല്ലിയിട്ടാണ്ട് പോയിക്കോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ മുറിച്ചെടുത്തു. ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയില്ല, അത് ക്യാൻസർ ആണെന്ന് അവരുടെ അഭിപ്രായം. അങ്ങനെ അതെന്ത് ചെയ്തു? പരിശോധനയ്ക്ക് വിട്ടു. ഒരസുഖമില്ല. അൽഹംദുലില്ലാ. ഈ EMSലെ ഡോക്ടർമാർക്ക് മുഴുവനും ഭയങ്കര പെരുന്നാളാഘോഷം. ഇങ്ങനത്തെ ഒരു കേസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പരിശോധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കാണുന്നത് ഞങ്ങൾ ആദ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. വല്ലാത്തൊരു അത്ഭുതം തന്നെ. ഇസ്മായിലേ, അവൻ്റെ പേര് ഇസ്മായിൽ ഹസനിയ, ഹാഫിളുമാണ്. അൽഹംദുലില്ലാ. ഇന്ന് നല്ല മുദരിസാണ് കുണ്ടൂർ ദേവയിൽ. ഒരു അസുഖമില്ല. ചെല്ലണം, ചൊല്ലിയിട്ട് പോകണം. ഇങ്ങനെ ഈ അനാവശ്യങ്ങളും ഈ വേണ്ടാത്തരങ്ങളും ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും അല്ല പോവുക. അതിൻ്റെ ഒക്കെ കുരുത്തക്കെട് കീറലും മുറിച്ചലും പെട്ടലും പൊട്ടിച്ചലും മാത്രമായി മാറിയില്ല. ഇപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ വല്ല അറവുശാലയ്ക്ക് ചെന്ന മാതിരി. അപ്പോൾ മുറിച്ചാനായിട്ട് കാത്തുക്കുക. അള്ളാഹു കാക്കട്ടെ, അള്ളാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഹബീബ് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം എനിക്കില്ല. ഖബറിലും ഇല്ല, മൗത്തിലും ഇല്ല, ഹയാത്തിലും ഇല്ല, മഹ്ശറിലും വേണ്ട. അവിടെ ഒക്കെ മുത്ത് നബി വേണം. അതിന് ഉള്ളിൽ നല്ലോണം താലോലിച്ച് കൊണ്ടുനടക്കണം. അതുകൊണ്ട് എല്ലാവരും പതിവാക്കുക. ഒന്ന് ചൊല്ലിക്കാണി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പം നമ്മളൊരു ഒന്നാം തരം അടിമയാകാൻ തുടങ്ങും. ഒരു അടിമയായി മാറണം. നമുക്ക് എനിക്കൊരു ഉടമയുണ്ട് എന്ന മൈരിഫത്തിൽ എൻ്റെ കൽബ് താമാകുമ്പോൾ പ്രബോധിയത്ത് എനിക്ക് താമായി കിട്ടും. അതിൻ്റെ മുമ്പ് കിട്ടാൻ പാടാണ്. അർഹമുർറഹീമീനായ അല്ലാഹു നമുക്കൊക്കെ ഹബീബ് റസൂലുള്ളാഹിനോടുള്ള കണക്ഷൻ അല്ലാഹു ശക്തിയാക്കി തരട്ടെ, ശക്തിയാക്കി തരുമാറാകട്ടെ. ഇവിടെ കിടക്കുന്ന ഈ ചീനയടത്ത് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നക്ഷബന്ധിയാണെന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരെ മദത് കൊണ്ട് ഈ നാടിനുള്ള കാത്തുരക്ഷിക്കട്ടെ. അവരെ ബഹുമാനിക്കുന്ന നാട്ടുകാർക്ക് വലിയ ബഹുമാനം അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാ. മുത്തു റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് തൊടാൻ കഴിയൂല നമുക്ക്. അബ്ദൻ്റെ അബ്ദിലായിന്ന് പറയാണ്ട്, ബാഗ് പറയാണ്ട്, ദാല് പറയാണ്ട്. അബ്ദിന് 3 അക്ഷരമാണല്ലോ. ഐന്, ബാഗ്, ദാല്. ഐന് എന്ന് പറഞ്ഞാൽ ഇനായത്ത് എന്നാ, ബാഗ് എന്ന് പറഞ്ഞാൽ ബിദായത്ത് എന്നാ, ദാല് എന്ന് പറഞ്ഞാൽ ദവാമ് എന്നാ. മുഹമ്മദിലെ മീമ് മുൽക്കാണ്, ഹാ റഹ്മത്താണ്. രണ്ടാമത്തെ മീമ് മുൽക്കാണ്, ദാല് ദവാമാണ്. മഹാന്മാർ പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നല്ലോണം പഠിക്കണം. തങ്ങളാണ് നമുക്കുള്ള അവലംബം. അല്ലാഹുവേ, ഹബീബ് തങ്ങളെ ഒരു ശഫായത്ത് ഈ പ്രസംഗിച്ച ഞങ്ങൾക്ക് നൽകണം. കേട്ടോൽക്കും പ്രസംഗിച്ചോൽക്കും എല്ലാവർക്കും നൽകണം. അല്ലാ,
തങ്ങളെ മധു നല്ലോണം പറയാം. ഇനിയിപ്പോൾ നല്ലോണം പറയാണ്ട്. SYSൻ്റെ സ്നേഹലോകം സെമിനാർ പരിപാടികൾ ഈ മാസം സജീവമായി നടക്കുകയാണ്. അവിടെ ഒക്കെ നമുക്ക് ക്ലാസ്സുകളും മറ്റുമൊക്കെ അള്ളാഹു നല്ല ഇടപെടൽ നടത്തി ഹബീബായ നബിതങ്ങളോടുള്ള കണക്ഷൻ പൂർത്തീകരിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബിയാണ് യഥാർത്ഥ അബ്ദ്, ഒറിജിനൽ അബ്ദ്. നമ്മളൊക്കെ നഫ്സ് അമ്മാറത്തിൻ്റെ ശൈത്താനായി മാറിയിരിക്കുകയാണ്. ആ ശൈത്താനീയത്തിൽ നിന്ന് മാറി ഉബൂദിയ്യത്തിലേക്ക് ഉയരാൻ മുത്തുനബിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണം അല്ലാ. ഈ നാട് നല്ല നാടാക്കണം അല്ലാ. നാട്ടുകാരെ നന്നാക്കണം അല്ലാ. ഇവിടുത്തെ ഈ ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടികളെ നീ നല്ല ഹാഫിളീങ്ങളാക്കണം അല്ലാ. ഖുർആനാണ് സാക്ഷി, അതാണ് ഞങ്ങളെ ഇൽമ്. അതൊന്ന് പഠിക്കാൻ, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാനിനി നീട്ടുന്നില്ല, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.